കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഒരു യൂസുമല്ല, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പാമ്പ് കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയില്ല എന്ന് വെക്കൂ, അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല, നമുക്കത് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല. അപ്പോഴും നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഇടയ്ക്ക് 2 കൈ വെച്ചിട്ട് ഒരു 30 കംപ്രഷൻ വെച്ച് 30 പ്രാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്യുക ഹാർഡായിട്ട്. പൊള്ളൽ വന്നെടുത്ത് പേസ്റ്റ് തേക്കുക അല്ലെങ്കിൽ ഐസ് വെച്ച്. എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് മെഡിസിൻസും കൂടെ ഉണ്ട്. പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന ഈ കംപ്രഷൻ ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യുന്നത് വെരി വെരി ബെനിഫിഷ്യൽ ആയിരിക്കും പേഷ്യൻറ്റിന്. ആൾക്ക് തിരിച്ച് ആ ഒരു ഹാർട്ട് തന്നെ അടിച്ച് തുടങ്ങിയിട്ടില്ല, ഡിലേ ചെയ്യല്. ഇത് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ആസ് ഏർലി ആസ് പോസിബിൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. സ്പെസിഫിക് ആയിട്ട് ഒരു ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ടല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നവരെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം പോയിക്കൊണ്ടിരുന്നത് കാഷ്വാലിറ്റിയിലേക്കാണ്, നേരെ കാഷ്വാലിറ്റിയിലേക്ക് കുറിച്ചിലും. പക്ഷേ ഇപ്പോൾ അവർ നമ്മളെ റീഡയറക്ട് ചെയ്തിട്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടും. അത് ഈ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആലോചിക്കാമല്ലോ, അവിടെയുള്ള ഡോക്ടേഴ്സ് എന്താ ചെയ്യുക? അവർ കാഷ്വാലിറ്റിയിലെ നോർമൽ ഡോക്ടറാണോ? അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? അവരെന്തൊക്കെ ഡീൽ ചെയ്യും? അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? ഇതൊക്കെ ഉത്തരം തരാനായിട്ട് ഐ ഹാവ് എ ടീം ഓഫ് എമർജൻസി മെഡിസിൻ physicians and they are Dr. Kevin, Dr. Sandeep and Dr. Arjun. Welcome to the show. Thank you for inviting. ഈ പറഞ്ഞ പോലെ കാഷ്വാലിറ്റിന്ന് മാറി എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് നോട്ടീസ് ചെയ്യുന്നത്, ടു ബി വെരി ഫ്രാങ്ക്. എന്താണ് ഇതിന് എനിക്ക് തോന്നുന്നു ആദ്യം ചോദിക്കാൻ പറ്റുന്നത്, വൈ ഈസ് എമർജൻസി മെഡിസിൻ സോ ഇമ്പോർട്ടൻറ്റ്? അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലുകൾ, അതായത് അതൊരു പുതിയ സെറ്റായിട്ടാണ് കാണുക. അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രോഗ്രസിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദർ ഇസ് എൻ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതെന്താ അങ്ങനെ? അതിൻ്റെ മുന്നേയൊക്കെ കാഷ്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് നമ്മൾ ട്രാജ് ചെയ്യുക. ഇപ്പം മുന്നേ വാറൊക്കെ നടന്നിരുന്ന സമയത്ത് സോൾജിയേഴ്സിനെ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എന്ത് അസുഖമാണെന്ന് നോക്കാതെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വിടും. അപ്പോൾ ഓർത്തോ ഡോക്ടറിൻ്റെ എല്ലിൻ്റെ ഭാഗത്ത് ഡോക്ടറിൻ്റെ അടുക്ക് ചെല്ലുന്നത് ചിലപ്പോൾ തല പൊട്ടിയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹം വേണം ന്യൂറോളജിയിലേക്ക് വിടാൻ, തലയുടെ ഡോക്ടർമാരുടെ അണ്ടറിലേക്ക് വിടാനായിട്ട്. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ആദ്യം കാഷ്വാലിറ്റി എന്നുള്ളൊരു സെറ്റിങ്സ് കൊണ്ടുവന്നത്. അപ്പം ഇപ്പോഴാണെങ്കിലും നമ്മൾ കാഷ്വാലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് എന്ത് അസുഖത്തിനാണോ വരുന്നത് അത് സിംറ്റമാറ്റിക് ആയിട്ട്. അപ്പോൾ വയറുവേദനയായിട്ട് വരുവാണെങ്കിൽ വയറുവേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കുക, അതിനുശേഷം വയറിൻ്റെ ഡോക്ടറിലേക്ക് കൊടുക്കുക. എമർജൻസിയിൽ അങ്ങനെയല്ല. എമർജൻസിയിൽ എന്താണ് റീസൺ എന്ന് നമ്മൾ കണ്ടുപിടിക്കും, അതിനുവേണ്ട അഡിക്വേറ്റായ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൊടുക്കും, അവരെ സെറ്റിലാക്കി ക്രിട്ടിക്കൽ കെയർ എല്ലാം കൊടുത്തതിന് ശേഷം ആയിരിക്കും നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഓടി നടന്ന് പണിയെടുക്കുന്ന ഡോക്ടേഴ്സാണ് അല്ലേ? റെസ്റ്റ് കിട്ടാണ്ട് ഓടി നടക്കുന്ന ഡോക്ടേഴ്സാണ്, ടു ബി വെരി ഫ്രാങ്ക് അല്ലേ? ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ. സത്യം പറഞ്ഞാൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ഒരു ബേൺ ഔട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്പെഷ്യലൈസേഷൻ എമർജൻസി മെഡിസിൻ തന്നെയാണ് ഫോർ ഡോക്ടേഴ്സ്. സോ അതുകൊണ്ടാണ് ഒത്തിരി കൺസൾട്ടൻസോ ഒത്തിരി സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തതാണ് ഒരു സത്യം. എല്ലാവരും വളരെ കുറച്ചേ ഉള്ളൂ. ഹോസ്പിറ്റൽസിലൊക്കെ നോക്കിയാൽ അഡിക്വേറ്റ് നമ്പേഴ്സ് ഇപ്പോഴും ഇല്ല. ഒരു സ്ട്രെസ്ഫുൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഫുൾ ടൈം നമ്മൾ സ്ട്രെസ്സോടായിരിക്കും നിൽക്കുക. ഒരു പേഷ്യൻറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കുമ്പോൾ നമ്മൾ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓടി കിടക്കുന്ന അവസ്ഥയുണ്ട്. അത് സ്ട്രെസ്ഫുള്ളാണ് ഓൾവേസ്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾവേസ് ഡൈനാമിക്. ചിലപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോഴത്തേക്ക് 5 പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 10 മിനിറ്റിനുള്ളിൽ 50 പേഷ്യൻസ് ആവാം. നമുക്കറിയില്ല, ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വരും. സോ അത്രയും ഡൈനാമിക് ആയിരിക്കും. സോ എല്ലാവർക്കും ഒരേപോലെ കെയർ ചെയ്യണം, എല്ലാവരെയും പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻറ്റിനെ ആദ്യം കാണണം, മറ്റുള്ളവരെ കാണാൻ നമ്മൾ മറക്കരുത്. സോ അതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിഫിക്കൾട്ട്. ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ വെറുതെ ആണെങ്കിൽ ഈ പനിയൊക്കെ പിടിച്ചിട്ട് കാഷ്വാലിറ്റിയിലൊക്കെ ചെല്ലുന്ന സമയത്താണെങ്കിലും നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് പോകുമ്പം ഒരു നോർമൽ മനുഷ്യന് കാണാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. വളരെ ചെറിയ മുറിവോട്ട് അങ്ങനെയാണ്, പക്ഷേ ഒരു രീതിക്ക് നമുക്ക് നോക്കാൻ പോലും, അതൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷനിൽ നോക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. നിങ്ങൾ മിക്കവാറും ഡീൽ ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോൾ ഹൗ ഡു യു ഗൈസ് ഹാൻഡിൽ ഇറ്റ്? അത് നമ്മളിപ്പം എല്ലാം എക്സ്പീരിയൻസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇനിഷ്യലി ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ വർഷങ്ങളായി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിനും ഉപരി നമുക്ക് ആ പേഷ്യൻ്റ് ജീവൻ രക്ഷിക്കുക എന്നൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പേടിച്ച് നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയന്ന് മാറി നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആക്റ്റീവായിട്ട് ഇൻ്റർവെൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് ക്രൂഷ്യൽ ടൈമാണ്. ആ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ ആ ക്രൂഷ്യൽ ടൈം ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെയാണ് ആ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഉള്ള സമയവും ഇസ് വെരി ക്രൂഷ്യൽ. സ്പെഷ്യലി ഇപ്പോൾ ആക്സിഡൻറ്റ്സ് വന്നാൽ,
പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ അങ്ങനത്തെ സാധനങ്ങൾ, അത് നമുക്ക് ഇപ്പോഴും നമുക്കൊരു ബേസിക് ഇൻഫർമേഷൻ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാമ്പ് കടിച്ച ഒരാളെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് എത്തിക്കേണ്ടത്, അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കെയർ എങ്ങനെയാണ്, അയാളെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരണോ കിടത്തിക്കൊണ്ടുവരണോ, കുറച്ചും കൂടി ഒരു ബെറ്റർ കെയറിലേക്ക് അയാൾ എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക? ഫസ്റ്റ് ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം കടിച്ച ഇപ്പം കാലിൻ്റെ ഭാഗമാണോ കൈയുടെ ഭാഗമാണോ കടിച്ച ഏരിയ ഒത്തിരി അനക്കല്ല, മാക്സിമം അത് സ്റ്റേബിളായിട്ട് വെക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇഫ് പോസിബിൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്തൊന്നും ഒരു കെട്ടി വെക്കുക. ഇപ്പം ഒരു കാലിൻ്റെ ആ പാദത്തിൻ്റെ അവിടെ കടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് മേളിലൊന്നും കെട്ടി വെക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളെ കെട്ട് ഊരും ഇല്ലാന്നില്ല. ഇഫ് പോസിബിൾ കടിച്ച പാമ്പിൻ്റെ ഒരു ഫോട്ടോയോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഈ പാമ്പിനെ കൊന്നിട്ട് കൊണ്ടുവരാറുണ്ട്. കുറേ അങ്ങനെ വരാറുണ്ട്. സോ അപ്പം നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഇതിപ്പോൾ ഒരു വിഷമുള്ള പാമ്പാണോ അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണോ എന്ന്. സോ അത് വെച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റും ഡയറക്റ്റ് ആകുന്നത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ചിലർക്ക് അപ്പോഴത്തെ വെപ്രാളത്തിൽ വയ്യാണ്ട് വന്നപ്പോൾ വെള്ളം ചോദിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ചോദിക്കുക, അത് കൊടുക്കാമോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ആയിട്ടൊന്നുമില്ല, ഫുഡ് കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ബട്ട് ഇതൊക്കെ ഡിലേ കോസ് ചെയ്യും. നമ്മൾ പറയുന്നത് ഇപ്പം കടിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക. അതായിരിക്കും പേഷ്യൻറ്റിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പക്ഷേ പേഷ്യൻ്റ് ഒട്ടും പാനിക് ആവാതെ നോക്കുക, അധികം ആങ്ഷ്യസ് ആവാതെ ഒന്ന് സമാധാനിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞ നമ്മൾ കാലിനൊരു കെട്ട് ഇതാന്ന് പറഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻറ്റ് പാർട്ടല്ല, പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കും, അവരുടെ ആങ്സൈറ്റി കുറയ്ക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ചെയ്തില്ലെങ്കിലും എന്തിനാ നമ്മൾ അത് അവിടെ അങ്ങനെ കെട്ടി വെക്കുന്നത്? അങ്ങനെ കെട്ടാൻ യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല, ബട്ട് അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട് യൂഷ്വലി. സോ ആ ചെയ്യുന്നത് ചില സമയങ്ങളിൽ അത് കെട്ടി ടൈറ്റ് ആവുന്ന കാരണം ആ ലിംബിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോകും, അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ടൈറ്റായി കിട്ടുന്നത് നമ്മൾ ഒട്ടും പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ ഈ കെട്ടരുതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇത് വെച്ചിട്ടാവും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ ഞാൻ സേഫ് ആയിട്ട് എത്തും. ആങ്സൈറ്റി ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പം ആൻഷ്യസ് ആവുകയാണെങ്കിലോ ആള് പാമ്പ് പിടിച്ചല്ലോ ഇപ്പം മരിച്ചു പേടി നമ്മൾ എപ്പോഴും നമ്മൾ പേടിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഹാർട്ടിന് ഇടിപ്പ് കൂടും. ഓക്കെ, അത് കൂടുമ്പോൾ ഹാർട്ട് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും. ഈ വിഷം കാലിലുള്ള വിഷം പെട്ടെന്ന് ബോഡി മൊത്തം സർക്കുലേറ്റ് ചെയ്യും. എത്രത്തോളം സർക്കുലേറ്റ് പല ഭാഗങ്ങളിൽ എത്തുന്നോ അതിനനുസരിച്ച് നമ്മൾ എൻവയറമെന്റിന്റെ ഫീച്ചേഴ്സ് വരും, വിഷം തീരുന്നതിന്റെ ഫീച്ചേഴ്സ് വരും. മാക്സിമം അത് ഒഴിവാക്കണം. അപ്പോൾ പേഷ്യന്റ് മാക്സിമം കാമാക്കുക, ഇറിഗേഷൻ ചെയ്യുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ദെൻ ബാക്കി ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. നമ്മൾ നേരത്തെ പറയും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോലെ വിഷം കുത്തി അങ്ങനെ ചെയ്യാറുണ്ട് ആളുകൾ. അതായത് അങ്ങനെ ചെയ്ത് വീഡിയോസും ഒക്കെ ഇടാറുണ്ട്. ഈ പറഞ്ഞ പോലെ കുത്തിയെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ബ്ലഡ് അങ്ങ് ചിലർ സക്ക് ചെയ്ത് കളയും, ചിലരിങ്ങനെ നെക്കി കളയും. അത് പോസിബിൾ ആണ് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ. ഒരു യൂസും ഇല്ല, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരു പേഷ്യന്റിന് ഒരു ഗുണവും വരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ പെയിൻ ഒക്കെ പേഷ്യന്റ് സഹിക്കാന്നേ ഉള്ളൂ, അതേ ഉള്ളൂ ഒരു ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഒരു ഗുണവും വരുന്നില്ല. അതായത് ആക്ച്വലി there is no first aid. ഓൾവേസ് ആ ഒരു ഏരിയ നമ്മളൊന്ന് വാഷ് മൂവ്മെന്റ് ചെയ്യില്ല, ആൻഡ് ആങ്സൈറ്റി കുറയ്ക്കുക, ഇതാണ് മെയിൻ. ഇപ്പം ഇതാണെങ്കിൽ ഒത്തിരി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും സർക്കുലേഷൻ കൂടും. അതൊക്കെ നടത്തിക്കരുത്, അത് മസ്റ്റാണ്. നടത്തിക്കുമ്പോൾ തന്നെ സർക്കുലേഷൻ കൂടും. നടത്തിക്കരുത്, പേഷ്യന്റ് സ്റ്റേബിളായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ഏരിയ ട്രീറ്റ്മെന്റ് ഒരു ഇഞ്ചക്ഷൻ ആണ്, അത് ഇന്ത്യ മൊത്തം ആ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ. സോ വേറെ ട്രീറ്റ്മെന്റുമായിട്ടും ഇല്ല. സോ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കുറച്ച് ടൈപ്പ് ഓഫ് സ്നേക്ക് ഉണ്ട്, അതിനെതിരെയുള്ള പോളിവാലന്റ് ആൻറ്റിവെനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വന്നിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് കാറ്റഗറിയുള്ള പാമ്പുകൾ നമ്മുടെ നാട്ടിലുള്ളത്. അത് നമുക്ക് അപ്പം തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്തിട്ട് ഏതാണ് ലക്ഷണം അതനുസരിച്ച് നമുക്ക് ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്യാം. അത് ആക്ച്വലി പാമ്പിന്റെ പിക്ചറും അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും പാമ്പിന്റെ പിക്ചർ നമുക്കൊരു ഗുണമുള്ളത് ഇപ്പം നമുക്ക് വെനമസ് പാമ്പിന് നോൺ വെനമസ് പാമ്പിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം പാമ്പിനെ കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരണം പറയുന്നില്ല, പക്ഷെ പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ ഡ്യൂട്ടിയിൽ അങ്ങനെ പാമ്പിനെ ഒരാൾ പാമ്പ് പിടിച്ചിട്ട് വന്ന് കൂടെ വന്ന ആൾ പാമ്പിനെ കണ്ടായിരുന്നു വെച്ചാൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാക്ക് കൊണ്ട് ഇട്ടുമ്പോൾ പാമ്പ് ഇറങ്ങി പുറത്തേക്ക് ഇഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. സോ അതിനും പറയില്ല. പക്ഷേ പാമ്പ് ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് പാമ്പ് കണ്ട് അറിയാൻ പറ്റും. സോ അവർ കറക്റ്റായിട്ട് വന്ന്
കൃത്യമായിട്ട് പറയുന്ന കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അവർ പറയാണ് ഇപ്പോൾ അണലിയാണ് കടിച്ചത് പറഞ്ഞാൽ നമുക്കൊന്നും ടെസ്റ്റ് റിസൾട്ട് ഒന്നും വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോഴേ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ കാരണം ആൻറ്റിബയോട്ടിക് നല്ല അലർജി റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ നമ്മൾ ആവശ്യമില്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നമുക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്നത്, പോസിറ്റീവ് എന്ന് വെച്ചാൽ ലൈക്ക് ആ സിംറ്റംസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ എപ്പോഴാണോ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നാഡീഞരമ്പുകൾക്ക് പ്രശ്നങ്ങൾ വരിക, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷണങ്ങളനുസരിച്ച്. അപ്പോൾ നമ്മൾ ഉടനടി സ്റ്റാർട്ട് ചെയ്യും. ഇത് എല്ലാ പാമ്പുകൾക്കും ഒരൊറ്റ ആന്റിവെനം അല്ല പോളിവാലന്റ് ആന്റിവെനം എന്ന് പറയുന്നത് 5 പാമ്പിനായിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി നമുക്ക് വിഷം 2 ടൈപ്പ് ഉള്ളത്. ഒന്ന് ഞരമ്പിനെ ബാധിക്കും, ഒന്ന് രക്തത്തിനെ ബാധിക്കും. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഇപ്പം 3 രക്തത്തെ ബാധിക്കും, 2 ഞരമ്പിനെയാണ്. സോ അതിന് വേണ്ടിയായിട്ടുള്ളൊരു മെഡിസിൻ. പക്ഷേ ഈ 5 അല്ലാതെ വേറെ എന്തെങ്കിലും കടിച്ചാൽ അതിന് വിഷം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. പക്ഷെ വളരെ റയറായിട്ടേ കാണാറുള്ളൂ. വെരി റയർ. മാക്സിമം കാണുന്ന വിഷമില്ലാത്ത പാമ്പ് തന്നെയായിരിക്കും മാക്സിമം. ഓക്കെ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ പാമ്പ് കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയില്ല എന്ന് വെക്കൂ, അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല, നമുക്കത് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല, അപ്പോഴോ? പേഷ്യൻ്റെ സിംറ്റംസും ആളുടെ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്യും, മറ്റേ രക്തം കട്ട പിടിക്കുന്ന എത്ര സമയത്തിലാണെന്നൊക്കെ, അല്ലെങ്കിൽ എത്ര നേരം മറ്റേ ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പം ആ ഒരു നമുക്കൊരു ഫിക്സ് ടൈം ഉണ്ട്, ഇത്തരത്തിൽ ഇത് കട്ട പിടിക്കണം. അപ്പം നമുക്ക് ഈ രക്തത്തിന് ബാധിക്കുന്ന വിഷമാണെങ്കിൽ കട്ട പിടിക്കത്തില്ല, ബ്ലഡ് ലൂസാക്കി കളയും. അപ്പം നമുക്ക് ഈ മൊത്തം നമുക്കിപ്പോൾ തല മുതൽ കാല് വരെ എവിടെ വേണമെങ്കിലും ബ്ലീഡിങ് വരാം. അതാണ് ഇതിനകത്ത് ഈ രക്തത്തിന് ബാധിക്കുന്നവളെ റിസ്ക്. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ എറണാകുളം സൈഡിലൊക്കെ കൂടുതലും ഈ ഒരു അണലി അത് രക്തത്തിന് ബാധിക്കുന്ന ഇതാണ്. സോ അതിനായിട്ടുള്ള ആൻറ്റിവെനം ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ടെന്നല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് ഡിലേ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ കുറേ സിക്കായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട് ആൻറ്റിവെനം എടുത്തിട്ട്. ബട്ട് കാരണം ചില ആൾക്കാർ ഇത് ചിലപ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരാണ്, അവർ പാമ്പടി കിട്ടിയാൽ അവർ വിഷമില്ലാത്തെന്ന് പറഞ്ഞ് വീട്ടിയിരിക്കും. പക്ഷേ ഇത് ഈ അണലയെ കടിച്ച് ഓൾറെഡി ഡോക്ടർ കെവിൻ പറഞ്ഞ പോലെ അണലയെ കടിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഇത് ഹീമോടോക്സിക് എന്ന് പറയും, നമ്മുടെ രക്തത്തിനെ ബാധിച്ച് ബ്ലീഡിംഗ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയറിലേക്ക് പേഷ്യൻറ്റ് പോകാം. ഓക്കെ, റാബ്ഡോമയോലൈസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകാം. സോ അതൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടത്തേ ഉള്ളൂ. സോ അതിനു മുമ്പ് നമുക്ക് പിക്ക് ചെയ്തിട്ട് അത് ആൻറ്റിവെനം കൊടുത്ത് ട്രീറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏത് പാമ്പാണ് കടിച്ച് നമ്മൾ വിത്തൗട്ട് ഡിലേ ഹോസ്പിറ്റലിൽ എത്തിക്കുക ആണ്. ഇൻകേസ് വിഷമുള്ളതാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ബാക്കി ഒരു ഒബ്സർവേഷൻ ആ ടൈമിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ മൂർഖനെ പോലത്തെ പാമ്പ് ഞരമ്പിനെ ബാധിക്കുന്നത്. ഞരമ്പിനെ ബാധിക്കുന്ന വെച്ചാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഞരമ്പ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന ഈ മസിൽ വെച്ചിട്ട് അപ്പം ഞരമ്പിനെ ബാധിച്ചാൽ നമുക്ക് ശ്വാസം എടുക്കത്തില്ല. അതായത് മറ്റേ ഈ മൂർഖനെ കടിച്ചാൽ പെട്ടെന്ന് ആൾക്കാർ വയ്യാണ്ടാവുന്നത്. സോ അതാണ് നമ്മൾ ഡിലേ ആക്കണ്ട, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് ഉള്ള ഒരു സാധനമാണ് ഈ പൊള്ളലേക്കുക എന്ന് പറയുന്നത്. പൊള്ളലേക്കുമ്പോൾ അതിപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് പൊള്ളലെങ്കിലും ആ പൊള്ളലേറ്റ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിൽ വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് യൂഷ്വലി ആ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകൾ? സെയിം ഡിലേ ആണ്, എല്ലാത്തിലും ഡിലേ ആയിരിക്കും ഒരു കോമൺ ആയിട്ടുള്ളത്. ബിക്കോസ് പൊള്ളലിലെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഈ റാബ്ഡോമയോലൈസിസും നമ്മുടെ കിഡ്നിനെ ബാധിച്ച റാബ്ഡോമയോലൈസിസും ഒക്കെ അടിക്കുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുവരിക, ഫ്ലൂയിഡ് കറക്ഷൻ ചെയ്യുക, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ബാക്കി നമ്മൾക്ക് ഒരു പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് ചിലപ്പോൾ പൊള്ളിയ സ്കിൻ പോയതായിരിക്കും അവർക്കൊരു കൺസേൺ. ബട്ട് ആ സ്കിന്നിന് പോകുന്നേക്കാളും അതിൻ്റെ അടിയിൽ എന്താ നടക്കുന്നത്, അതാണ് പേഷ്യൻറ്റിനുള്ള റിസ്ക്. സോ നമ്മളിപ്പം ഈ ഡ്രസ്സിങ് അതിൻ്റെ പുറത്ത് നമുക്കിപ്പം കുറച്ചുകൂടി ഒരു കൂളിംഗ് ഏജൻറ്റും വേദന കുറയ്ക്കാനായിട്ടുള്ള നമുക്ക് മെഡിസിൻസ് ഉണ്ട്. അപ്പം അതിപ്പോൾ ഒരു 10 മിനിറ്റ് ഡിലേ ആയാലും ഇഷ്യൂ ഇല്ല. ബട്ട് അതിനേക്കാളും മുമ്പേ ഫ്ലൂയിഡ്സും അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഹോസ്പിറ്റലിൽ വേഗം എത്തിക്കാന്നുള്ള. ഓക്കെ, അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി പേഷ്യന്റിനെ എത്തിക്കുന്നതിന് മുമ്പ് പേഷ്യന്റ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും കൂടുതലുള്ള ആൾക്ക് അത് കണ്ടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ ഈ പറഞ്ഞ മാതിരി പൊള്ളൽ വന്നെടുത്ത് പേസ്റ്റ് തേക്കുക അല്ലെങ്കിൽ ഐസ് വെച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല. മെയിനായിട്ട് നമുക്ക് സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നോക്കുക. കാരണം അത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. നമ്മുടെ സ്കിന്നെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഏജൻറ്റായിട്ട് എപ്പോഴും ഉള്ളൊരു ഓർഗനാണ്. സോ ഈ സ്കിൻ മൊത്തം ലൂസ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് വാട്ടർ ലൂസ് ഉണ്ട്, ആ വാട്ടർ നല്ല ലൂസ് ചെയ്യും. അങ്ങനെ ബോഡിയിൽ വാട്ടർ ലൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് പ്രശ്നം, സർക്കുലേഷൻ ബ്ലഡിൻ്റെ വോളിയം കുറയും, അത് കിഡ്നിക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കും. അങ്ങനെ പേഷ്യൻറ്റ് റീനൽ ഫെയിലിയറിലേക്ക് പോകാം. മനസ്സിലായില്ലേ? അത് നല്ലൊരു പൊള്ളലേറ്റ പേഷ്യൻ്റ് കാര്യമാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പ്രീ ഹോസ്പിറ്റൽ ബേൺസിന് മെയിൻ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ലൈക്ക് ഇപ്പം കുറച്ചുകൂടി ഒരു കൂളിംഗ് എഫക്റ്റിന് വേണമെങ്കിൽ നമുക്കൊരു വെള്ളം വെച്ചിട്ടൊന്ന് കഴുകാം, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ടൂത്ത് പേസ്റ്റ് പോലത്തെ സാധനങ്ങൾ ഇപ്പം
ഇട്ടാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അത് ഉടനെ കഴുകും. ബിക്കോസ് ഒരു നേരത്തെ ഡോക്ടർ സന്ദീപ് പറഞ്ഞ ഒരു സ്കിൻ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അപ്പോൾ അത് പോയാൽ അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പം എക്സ്റ്റേണൽ ഒരു കെമിക്കലാണ് ഈ പേസ്റ്റൊക്കെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിപ്പം വീട്ടിൽ ഈ കുറേ ബേണോൾ അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ സിൽവറെക്സ് എന്ന് പറഞ്ഞിട്ട് ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പുരട്ടിയിട്ട് വരുന്ന നല്ലതായിരിക്കും. ടൈമിൻ്റെ കാര്യം പറയുമ്പോഴേ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഒരു പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക്, പക്ഷെ അവിടെ ഒന്നും എമർജൻസി ആയിട്ട് അവർക്ക് നമ്മൾ അടുത്തുള്ള ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. അത് വാട്ട് ക്യാൻ ബി ഡൺ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഒരു ഡെലിവറി ഏജൻറ്റ്, ഒരു ഗ്യാസ് ഡെലിവറി ചെയ്യാൻ വന്നിരുന്ന ഒരാൾ, അയാൾ ഗ്യാസ് അവിടെ വയ്ക്കുമ്പോൾ അയാൾ അവിടെ കുഴഞ്ഞു വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഹൗസ് വൈഫ് അവരെ രക്ഷിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് നിൽക്കുമ്പോൾ ഇതിലൊരു മെജോറിറ്റിക്ക് ലൈക്ക് മീ ഇത് നമുക്കിത് അറിയില്ലല്ലോ, അപ്പോൾ നമ്മുടെ അടുത്താണോ അയാൾ വന്നിരുന്നെങ്കിലോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ വാട്ട് ഡു യു തിങ്ക് അതിനെക്കുറിച്ച്? സോ ഈ കുഴഞ്ഞു വീഴുന്നത് മെയിൻ നമുക്കിപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് ഹാർട്ട് നിന്ന് പോകുന്ന ഒരു അവസ്ഥ. ബേസിക്കലി ആൾ മരിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് CPR എന്ന് പറഞ്ഞിട്ട്. ഇത് ബേസിക്കലി കാർഡിയോ പൾമണറി റിസസിറ്റേഷനാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഇതിനകത്ത് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ, ഇപ്പോൾ എനിക്ക് ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വീട്ടമ്മ ചെസ്റ്റ് കംപ്രഷനാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഇടയ്ക്ക് 2 കൈ വെച്ചിട്ട് ഒരു 30 കംപ്രഷൻ വെച്ച് 30 പ്രാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്യുക ഹാർഡായിട്ട്, എന്നിട്ട് 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. ഇങ്ങനെ ഒരു സൈക്കിൾ ആൾക്ക് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ ഹാർട്ട് തിരിച്ച് തന്നെത്താനെ അടിക്കുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ആസ് എമർജൻസി ഫിസിഷ്യൻസ് നമ്മൾ പറയുന്നത് അതിപ്പം ആളുടെ ആ ഒരു വീട്ടിൽ തന്നെ അങ്ങനെ തന്നെ ഇപ്പം ആൾക്ക് ഒരു 2 മിനിറ്റായി 3 മിനിറ്റായി ആൾക്ക് തിരിച്ച് ആ ഒരു ഹാർട്ട് തന്നെ അടിച്ച് തുടങ്ങിയിട്ടില്ല. ഡിലേ ചെയ്യല്. ഇത് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ആസ് ഏർലി ആസ് പോസിബിൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ബിക്കോസ് ഈ ഹാർട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് മെഡിസിൻസും കൂടെ ഉണ്ട്. സോ ബൈസ്റ്റാൻഡർ ഓർ പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന ഈ കംപ്രഷൻ ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യുന്നത് വെരി വെരി ബെനിഫിഷ്യൽ ആയിരിക്കും പേഷ്യൻറ്റിന്. ഓക്കെ, പ്രോപ്പറായിട്ടൊരു CPR എങ്ങനെയാണ് അത് ചെയ്യുക? ഐ മീൻ ലൈക്ക് അതിപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. സോ നമ്മുടെ ഇപ്പം നമ്മൾ ഈ മെയിൻ നമ്മുടെ ഒരു ഡോമിനൻറ്റ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അത് നമ്മുടെ ഈ നെഞ്ചിൻ്റെ കറക്റ്റ് നടുക്ക്, നമ്മൾ പറയുന്ന ഈ നിപ്പിൾ ലൈൻ എന്ന് പറയുന്നത്, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ വെക്കുക. മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെയൊന്നും ലോക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ പേഷ്യൻറ്റിനെ ഫസ്റ്റ് ഒരു ഹാർഡ് സർഫസിൽ കിടത്തിയിട്ട് നമ്മുടെ കൈ ഈ പൊസിഷനിൽ വെച്ചിട്ട് 30 പ്രാവശ്യം കംപ്രഷൻ കൊടുക്കുക. ഐ തിങ്ക് ഇഫ് പോസിബിൾ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷനിലൊരു വീഡിയോ ഇപ്പോൾ ഇട്ട് ഐ തിങ്ക് പബ്ലിക്കിനത് കുറച്ചുകൂടെ ഒരു യൂസ് ആവും. സോ ആ ഒരു ഇത് അത് എത്ര നേരം വേണമെങ്കിലും കൊടുക്കാം ടിൽ ദ പേഷ്യൻറ്റ് റീഗെയിൻസ് പൾസ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ നമ്മളിപ്പോൾ ഒരു 2.5 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ടയർഡായി പോകും. ബട്ട് വലിയ ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ മേ ബി ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടത്തില്ല, അവർ ടയർഡായി പോകും. ആൻഡ് ഇത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഷ്യൻ്റ് ഔട്ട്കമ്മും അതാണ് നമ്മൾ പറയുന്നത്. ഒരാൾ മാത്രമായിട്ട് ഒരു പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ നോക്കല്ലേ. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു സീൻ സേഫ്റ്റി എന്ന് പറയും. ആൾ വീണ സ്ഥലം സേഫാണോ, നോട്ട് ഫോർ ദ പേഷ്യൻ്റ് അലോൺ, ഈ രക്ഷപ്പെടുത്താൻ പോകുന്ന ആൾക്കും അത് സേഫാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് തിങ്. സേഫ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സൈഡിലാണോ, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്കാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ആ പേഷ്യൻ്റ് ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കും ആൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന്. ഇപ്പം നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വന്ന് വല്ല ഷുഗർ തന്നിട്ട് കുഴഞ്ഞു വീണ ആൾക്ക് നമ്മളിപ്പോൾ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പം നമുക്ക് പൾസ് നോക്കാൻ പറ്റുമോ, അതിപ്പം കോമൺ പബ്ലിക്കിന് അറിയത്തില്ലായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പേഷ്യൻറ്റിനെ തട്ടുക. നമുക്കൊരു റെസ്പോൺസ് ഇല്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം മൂക്കിൻ്റെ അടിയിലൊന്ന് കൈവച്ച് നോക്കാം ശ്വാസം എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ 2.5 ഇഞ്ച് ഡെപ്തിലേക്ക് നമ്മൾ പുഷ് ചെയ്യണം താഴോട്ട്. ഓർ നമ്മളിപ്പം കോമൺ പബ്ലിക്കിന് പറയുവാണെങ്കിൽ നമ്മുടെ മാക്സിമം ഫോഴ്സ് വെച്ചിട്ട് ഈ ഏരിയയിലേക്ക് പുഷ് ചെയ്യുക, ഫാസ്റ്റായിട്ട് പുഷ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, പുഷ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, പുഷ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക.
ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. നോർമലി നമ്മൾ 30 കംപ്രഷൻ കൊടുക്കും, അതിനുശേഷം 2 ബ്രത്ത് കൊടുക്കണം. അതേ സൈക്കിൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മാക്സിമം ആസ് അർലിയസ്റ്റ് പോസിബിൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നാണ്. ബാക്കി അവിടെ അവർക്ക് ബാക്കി കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തോളും. പക്ഷേ നമുക്ക് വിത്തൗട്ട് ഡിലേ CPR സ്റ്റാർട്ട് ചെയ്യണം. CPR മേ ബി ഡിലേ ആയിക്കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഒരാൾ മരിക്കുക എന്ന് വെച്ചാൽ ഹാർട്ട് സ്റ്റോപ്പ് ആകുമ്പോഴാണ് ഒരാൾ മരിക്കുക എന്ന് പറയുന്നത്. ഹാർട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിൽ തല മുതൽ കാല് വരെ ഒരേ പ്രഷറിൽ ബ്ലഡ് എത്തിക്കുന്നത്. അപ്പോൾ ഹാർട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പായി. സോ ആ ബ്ലഡ് സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആകാൻ പാടില്ല, കണ്ടിന്യൂസ് സർക്കുലേഷൻ നടക്കണം. അതാണ് CPR നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹാർട്ട് റീസ്റ്റാർട്ട് ആക്കാനും പറ്റണം. സോ ഈ കംപ്രഷൻ കൊടുക്കുമ്പോൾ തലയിലേക്കും തലയിലേക്കും മറ്റ് ബ്രെയിനും അതുപോലെ കിഡ്നി, ലിവർ പോലുള്ള മറ്റു ഓർഗൻസിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടും. ഓക്കെ, മേജർ ഓർഗൻസിലേക്ക്. സോ ബ്രെയിനിലേക്ക് നമ്മൾ ഇത്ര സമയത്തിൽ കൂടുതൽ രക്തം കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ എത്തുന്നില്ലെങ്കിൽ പേഷ്യൻ്റ് മേ ബി പെർമനൻറ്റ് ഒരു ബ്രെയിൻ ഡാമേജ് ചാൻസ് ഉണ്ട്. ഈവൻ ഹാർട്ട് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്താലും മേ ബി ആൾക്ക് ഓർമ്മ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് വിത്തൗട്ട് ഡിലേ നമ്മൾ ഈവൻ ആരാണ് കാണുന്ന ആൾ സ്റ്റാർട്ട് ചെയ്യുക, സൈഡിൽ കൂടെ ഹെൽപ്പ് വിളിക്കുക, പേഷ്യനെ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ടൈം കളയില്ല. ടൈം വെരി ഇമ്പോർട്ടൻറ്റ്. എവറി സെക്കൻഡ് കൗണ്ട്സ്. അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ.